മാധ്യമപ്രവർത്തകൻ VM ഷൺമുഖദാസ് എഴുതിയ നോവൽ ഏക്കർ പ്രകാശനം ചെയ്തു. തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറും നോവലിസ്റ്റുമായ ഡോക്ടർ സി ഗണേഷ് സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ ജോർജ് ദാസിന് നൽകി പ്രകാശനം നിർവഹിച്ചു. എന്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ വെറുതെ ഒരു പുസ്തകം എന്താണ് എന്ന് പറഞ്ഞു പോകേണ്ടുന്ന ഒരു പാവം മലയാളം മാഷ് എന്തായി അതിഭയങ്കരമായ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഒരാളായിട്ട് ആ പദവിയിലേക്ക് പ്രൊമോഷൻ കിട്ടി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഈ സുപ്രഭാതത്തും പത്രത്തിലാണ് ആള് ജോലി ചെയ്യുന്നത്. ആര്? VM ഷൺമുഖദാസ് ജോലി ചെയ്യുന്നത്. ഈ സുപ്രഭാതത്തെ കൂടുതൽ സർഗാത്മകമായ ഒരു സുപ്രഭാതമാക്കി മാറ്റുന്ന ഒരു സംഭവമായിട്ട് ഈ സംഗതി മാറുകയാണ്. അപ്പോ കുറച്ചുള്ള വിഷമങ്ങളൊക്കെ മാറ്റി വെക്കാം നമുക്ക് തൽക്കാലം. ഈ പുസ്തകം എന്തുകൊണ്ട് പ്രകാശനം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും നമ്മുടെ ഷൺമുഖേട്ടന്റെ ആളുകളെല്ലാം ഇതിനോട് ഒത്തുകൂടിയിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ ഈ പുസ്തകം നമ്മളെയൊക്കെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഇന്നലെകളെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഇന്നലെകൾ എന്ന് പറയുമ്പോൾ പാലക്കാടിന്റെ കഴിഞ്ഞു പോയ ഭൂതകാലത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഓരോരുത്തരും ഇങ്ങനെ വളർന്നു വന്നത് എന്നതിനെ കുറിച്ചാണ് ഈ നോവൽ പറയുന്നത്. ഈ നോവൽ പാലക്കാടിന്റെ നാട്ടിടവഴികളെ അതിശ്രദ്ധേയമായി പൂരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മൾ ഇങ്ങനെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ കണ്ണാടി പിടിച്ച് നോക്കുന്ന പോലെ തോന്നും. നമ്മളുടെ ഓരോരുത്തർക്കും തരുന്ന, പാലക്കാട്ടുകാരായ ഓരോരുത്തർക്കും തരുന്ന ഒരു നാടൻ കണ്ണാടിയാണ്. ആറന്മുള കണ്ണാടിയൊന്നും അല്ല, അതിനപ്പുറത്ത് ഇങ്ങനെ പലതും ഘടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായി. പാലക്കാട് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് പ്രൊഫസർ PK ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത, പാലക്കാട് പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ്, മാധ്യമപ്രവർത്തകരായ S ജഗദീഷ് ബാബു, സുരേന്ദ്രൻ കുത്തനൂർ, ജനാർദ്ദനൻ പുതുശ്ശേരി, VM ഷൺമുഖദാസ്, ലൈബ്രറി സെക്രട്ടറി TS പീറ്റർ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.